വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ അടുത്ത മാസം, അതായത് സെപ്റ്റംബർ മാസത്തിലെ നിങ്ങളുടെ ആ ഒരു മന്ത് എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യമാണ് നോക്കുന്നത്. ആ മന്തിൽ നിങ്ങൾക്ക് എന്തൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാം, നിങ്ങൾ മുൻപായി എന്തെങ്കിലും തയ്യാറെടുപ്പുകൾ എടുക്കേണ്ടതുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ റീഡിങ്ങിലൂടെ നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എനർജീസും സിറ്റുവേഷൻസുമായി റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം ഈ റീഡിങ്ങിൽ നിന്ന് സ്വീകരിക്കാം. എന്തായാലും നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ നിങ്ങളുടെ സെപ്റ്റംബർ മാസം എന്ന് പറയുന്നത് കൂടുതലായിട്ടും ഇവിടെ ഒരു ഫ്യൂച്ചർ ഫോക്കസ് ചെയ്തിട്ടുള്ളൊരു മന്താണ് എന്നാണ് ഇവിടെ കാണുന്നത്. കൂടുതലായിട്ടും നിങ്ങൾ പല കാര്യങ്ങൾ പഠിക്കാനുള്ളൊരു അവസരം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നിങ്ങളിപ്പോൾ വിദേശത്ത് പോയിട്ട് എന്തെങ്കിലും കോഴ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്, അല്ലെങ്കിൽ ഇപ്പോൾ നാട്ടിൽ തന്നെയാണെങ്കിൽ കൂടി പുതിയൊരു കോഴ്സിനെ കുറിച്ച് ഒരുപാട് കാലമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ പുതിയൊരു കാര്യം പഠിക്കാനായിട്ട് ഒരുപാട് കാലമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഈ ഒരു മാസം നിങ്ങൾക്ക് അതിനുള്ള സാഹചര്യങ്ങൾ ഒത്തുവരുന്നതായിട്ടാണ് കാണുന്നത്. അതേസമയം നിങ്ങൾക്ക് പലർക്കും അറിവ് പകർന്നു കൊടുക്കാനുള്ളൊരു അവസരം കൂടിയും കിട്ടുന്നതാണ്. അതേസമയം നിങ്ങൾക്ക് കൂടുതൽ ട്രഡീഷണൽ സംബന്ധമായ കാര്യങ്ങളിൽ താല്പര്യമുണ്ടാകുന്ന ഒരു ടൈം കൂടിയാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്ന ഒരു മാസം കൂടിയായിരിക്കാം. കുറച്ച് തീർത്ഥയാത്രകൾ പോലുള്ള കാര്യങ്ങളിലേക്ക് പോകാനോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി സംബന്ധിച്ച് നിങ്ങളുടെ കുടുംബ ക്ഷേത്രത്തിലുള്ള ദർശനം നടത്താനോ ഉള്ള അവസരങ്ങളൊക്കെ ഈ ഒരു സെപ്റ്റംബർ മാസത്തിൽ കാണുന്നുണ്ട്. പണത്തിനെ കുറിച്ച് നിങ്ങൾ കുറച്ചും കൂടി ആഹ്ലാദപ്പെടുന്ന ഒരു മാസം കൂടിയായിരിക്കും സെപ്റ്റംബർ മാസം. ചിലരെ സംബന്ധിച്ചിട്ട് പണം വളരെ സൂക്ഷിച്ചു മാത്രം കൈകാര്യം ചെയ്യുന്ന ഒരു മാസം കൂടിയായിരിക്കും ഈ ഒരു മാസം. പണം കയ്യിലുള്ളത് നഷ്ടപ്പെട്ടു പോകുമോ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിലേക്ക് പണസംബന്ധമായിട്ട് എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ നിങ്ങൾക്കത് തിരികെ കിട്ടുമോ എന്നുള്ളൊരു ഭയം നിങ്ങളെ അലട്ടാനുള്ളൊരു സാധ്യത ഇവിടെയുണ്ട്. അപ്പോൾ അതിനർത്ഥം ചിലർ ഇതിലൊക്കെ എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളിലേക്കൊക്കെ നീങ്ങുന്നതായിട്ടും ഇവിടെ വ്യക്തമാണ്. എന്നാൽ പണസംബന്ധമായിട്ട് നിങ്ങൾ എന്തായാലും റിസ്ക് എടുത്ത് മൂവ് ചെയ്യുന്ന ഒരു മാസം കൂടിയാണ്. അപ്പോൾ പണസംബന്ധമായ ഒരു കാര്യമായതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസ്തമായ കാര്യങ്ങളിലേക്ക് മാത്രം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. നിങ്ങൾക്ക് എന്തായാലും ഒരു പഠനത്തെ സംബന്ധിച്ച് കൂടുതലും ഇൻ്റലക്ച്വൽ ആയ ഒരു മേഖലയിലേക്ക് താല്പര്യം പ്രകടിപ്പിക്കുന്ന ഒരു മാസമാണ് സെപ്റ്റംബർ മാസം. കൂടുതൽ കാര്യങ്ങൾ അറിയാനുള്ള ഒരു ജിജ്ഞാസ പോലുള്ള ഒരു എനർജി നിങ്ങളുടെ വളരെ ഹൈ ലെവലിൽ നിൽക്കുന്ന ഒരു മാസമായിരിക്കും. അതുപോലെ തന്നെ വൈകാരികമായിട്ട് മറ്റുള്ളവർക്ക് നിങ്ങളുടെ ഒരു സമീപനം, അല്ലെങ്കിൽ നിങ്ങളുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് ഒരുപാട് ആശ്വാസം പകരാൻ നിങ്ങൾക്ക് ഈ ഒരു മാസത്തിൽ സാധിക്കുന്നതാണ്. മറ്റുള്ളവർ വൈകാരികമായിട്ട് ആശ്വസിപ്പിക്കാൻ പറ്റുന്ന ഒരു മാസം കൂടിയായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു മാസം എന്ന് പറയുന്നത്. ഏതെങ്കിലും നിങ്ങൾക്ക് ഒരാളെ സപ്പോർട്ട് ചെയ്യാനോ, അല്ലെങ്കിൽ ഒരാളെ അത്രയും ഡൗൺ സ്റ്റേജിൽ നിന്നും നിങ്ങൾക്കൊരു കരകയറ്റി കൊണ്ടുപോകാനായിട്ട് ഈ ഒരു മാസം പറ്റുന്നതാണ്. പിന്നെ നിയമപരമായ തടസ്സങ്ങൾ നേരിടുന്ന വ്യക്തികൾ ഉണ്ടെങ്കിൽ അവർക്ക് ന്യായമായൊരു തീരുമാനം കിട്ടുന്നതാണ്. അതിപ്പോൾ ഫാമിലി കോർട്ടിൽ എന്തെങ്കിലും കേസുകൾ നടക്കുന്നു, അല്ലെങ്കിൽ സ്ഥല സംബന്ധമായിട്ട് എന്തെങ്കിലും കേസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓൾറെഡി ലീഗൽ ഇഷ്യൂസ് പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ന്യായമായിട്ടുള്ളൊരു ഓർഡർ വരുന്നത് തന്നെയാണ് ഈ ഒരു റീഡിങ്ങിൽ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു മാസം നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് ചിന്തിക്കുന്ന ഒരു മാസം കൂടിയായിരിക്കും. പല തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു മാസമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ തീരുമാനത്തിലേക്ക് നീങ്ങാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ അതിനെക്കുറിച്ചൊരു കൂടുതലായിട്ടൊരു റീതിങ്ക് ചെയ്യുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിൻ്റെ കാര്യത്തിലായാലും, നിങ്ങളുടെ കരിയർ ആയാലും, നിങ്ങളുടെ പഠനമായാലും, നിങ്ങളെല്ലാ കാര്യത്തിലും വളരെ സൂക്ഷ്മമായി തന്നെ കാര്യങ്ങളെ ചിന്തിക്കുന്നുണ്ട്. അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾ തീരുമാനമെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മാസം കൂടിയായിരിക്കും സെപ്റ്റംബർ എന്ന് പറയുന്ന മാസം. ഫിനാൻഷ്യലായിട്ട് എന്തായാലും നിങ്ങളൊരു റിസ്ക് എടുത്ത് മൂവ് ചെയ്യുന്നത് തന്നെയാണ് ഇവിടെ കാണുന്നത്. പിന്നെ നിങ്ങൾ എന്താണോ താല്പര്യപ്പെടുന്നത് ആ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ നല്ല സ്റ്റേൺ ആയിട്ടുള്ളൊരു സ്റ്റെപ്പ് എടുത്ത് നിൽക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ പാഷൻ എന്താണോ അതിനോട് നിങ്ങൾ യോജിച്ച് നിൽക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അതേസമയം നിങ്ങൾ അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും താല്പര്യമുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഇതുവരെ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് പല കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ നീട്ടിവെക്കേണ്ട ഒരു അവസ്ഥ വന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ ഒരു മാസം അതിലൊരു തീരുമാനം എടുക്കുമെന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ആ ഒരു ഫയർ എലമെൻറ്റ് നിങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ നീങ്ങും എന്ന് തന്നെയാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു മാസം കൂടുതലുമായിട്ടും നിങ്ങൾ ഫ്യൂച്ചർ ഫോക്കസ് ചെയ്തുകൊണ്ടും അതുപോലെ പണം
സംബന്ധിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും റിസ്ക് എടുത്ത് മൂവ് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. പഠന സംബന്ധമായിട്ട് അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ വേയിൽ നിങ്ങൾ അറിവുകൾ നേടാനും അതേസമയം നിങ്ങൾക്കുള്ള അറിവുകൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുമുള്ള ഒരു അവസരം നിങ്ങൾക്ക് ഈ ഒരു മാസം കിട്ടുന്നതാണ്. നിയമപരമായ കാര്യങ്ങളിലെല്ലാം നിങ്ങളുടെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തന്നെ വിജയം കൈവരിക്കാൻ പറ്റും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ സെപ്റ്റംബർ മാസത്തിലെ റീഡിംഗ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. പേഴ്സണൽ റീഡിംഗ് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ്.